പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 8ാമത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ അധിനിവേശവും ചെറുത്ത് നിൽപ്പും നമ്മൾ ആരംഭിച്ചു. ഇത് 2ാമത്തെ ക്ലാസ്. ആദ്യ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് യൂറോപ്യന്മാർ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നതെന്നും അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം എന്താണെന്നും ആദ്യമായി എത്തിച്ചേർന്ന പോർച്ചുഗീസുകാരെ കുറിച്ചും നമ്മൾ പഠിച്ചു. ACRT പാഠപുസ്തകത്തിലുള്ളതും അതോടൊപ്പം എന്തുകൂടെ പഠിച്ചു, PSCക്ക് പരീക്ഷകളിൽ മുൻവർഷ ചോദ്യങ്ങളിൽ ഉണ്ടായിരുന്ന പ്രധാന വസ്തുതകളുകൂടെ നമ്മളോട് ചേർത്ത് പഠിക്കാനായിട്ട് ശ്രമിച്ചു. ഇന്നേ ദിവസം കേരളത്തിൽ എത്തിച്ചേർന്ന 2ാമത്തെ യൂറോപ്യൻ ശക്തിയായ ഡച്ചുകാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. ആരംഭിച്ചാലോ? ഡച്ചുകാർ. ഡച്ചുകാർ എന്ന് പറയുന്നത് ഏത് രാജ്യമാണ്? അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കണം. PSC അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡച്ചുകാർ എന്നറിയപ്പെടുന്ന ഏത് രാജ്യമാണ്? ഫസ്റ്റ് ഓപ്ഷനിൽ ഡെൻമാർക്ക് ഉണ്ടാവും. എന്നാൽ ഡെൻമാർക്ക് അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏത് രാജ്യമാണ്? നെതർലൻഡ്. കാരണം ഇന്ന് ആ രാജ്യം അറിയപ്പെടുന്നത് നെതർലൻഡാണ്. നെതർലൻഡിന്റെ പഴയ പേരാണെന്ത്? ഹോളണ്ട്. ഓക്കെ, നെതർലൻഡിന്റെ പഴയ പേരാണ് ഹോളണ്ട്. ഈ നെതർലൻഡിന് അല്ലെങ്കിൽ ഹോളണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? കേരളത്തിലെ ഒരു ഭൂപ്രദേശത്തിന് സമാനമാണ് നെതർലൻഡ് അഥവാ ഹോളണ്ട്. നെതർലൻഡ് അഥവാ പണ്ട് ഹോളണ്ട് എന്നറിയപ്പെടുന്ന രാജ്യം സമുദ്രനിരപ്പിനേക്കാൾ താഴ്ചയിലാണ് സ്ഥിതിചെയ്യുന്നത്. കാർഷിക രാജ്യമാണ്, അതോടൊപ്പം വ്യവസായ രാജ്യം കൂടെയാണ്. അവിടുത്തെ കൃഷി എന്ന് പറയുന്നത് സമുദ്രനിരപ്പിനും താഴെ കൃഷി ചെയ്യുന്നു. കേരളത്തില് സമുദ്രനിരപ്പിനും താഴെ കൃഷി ചെയ്യുന്ന ഏതെങ്കിലും ഭൂപ്രദേശമുണ്ടോ? ഉണ്ട്, കുട്ടനാട്. അതുകൊണ്ട് നമ്മൾ കുട്ടനാടിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? കേരളത്തിന്റെ ഹോളണ്ട് എന്ന് പണ്ട് വിളിച്ചിരുന്നു. ആ ഹോളണ്ട് പേര് മാറ്റി നെതർലൻഡ് ആക്കിയപ്പോ ഇപ്പൊ നമ്മള് കേരളത്തിന്റെ നെതർലൻഡ് എന്ന് വിളിക്കുന്നു. എന്തിനെ? കുട്ടനാടിനെ. എന്തുകൊണ്ട്? സമുദ്രനിരപ്പിലും താഴെ കൃഷി ചെയ്യുന്ന ഭൂപ്രദേശമായതിനാൽ. അപ്പൊ കേരളത്തിന്റെ ഹോളണ്ട് എന്നോ അല്ലെങ്കിൽ കേരളത്തിന്റെ നെതർലൻഡ് എന്നോ അറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഡച്ചുകാരെന്ന് പറയുന്നത് ആരാണ്? നെതർലൻഡ് നിവാസികൾ. അപ്പൊ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യൻ ശക്തി. ഇനി ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ. പോർച്ചുഗീസുകാരെന്ന് പറയുന്നത് കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസികളാണ്. കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസികളാണ് പോർച്ചുഗീസുകാർ. അതുകൊണ്ട് തന്നെ അവർ പ്രചരിപ്പിച്ചത് കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ചവിട്ട് നാടകവും ഒക്കെയാണ്. ഇറ്റലിയില് ഈ കത്തോലിക്ക ക്രിസ്തുമതക്കാരുടെ ആധ്യാത്മിക പിതാവ് വസിക്കുന്നുണ്ട്, വത്തിക്കാനില്. നമ്മള് അദ്ദേഹത്തെ മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് എന്ന് വിളിക്കാറുണ്ട്. റോമിലെ പോപ്പിനെ അംഗീകരിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോർച്ചുഗീസുകാർ കേരളത്തിൽ ഉണ്ടായിരുന്ന പരമ്പരാഗത സുറിയാനി ക്രിസ്ത്യാനികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മതസമ്മേളനം വിളിച്ചു ചേർത്തു. അതാണ് ഉദയംപേരൂർ സൂനോദോസ്. അവിടെ നമ്മൾ പഠിക്കുന്നതാണ്, നമുക്ക് പിന്നീട് പഠിക്കാനുണ്ടെങ്കിൽ ഞാനൊന്ന് സൂചിപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ കേരളത്തിൽ വന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ ശക്തികളിൽ ആദ്യത്തെ പോർച്ചുഗീസുകാരാണ്. പ്രധാനപ്പെട്ട 4 യൂറോപ്യൻ ശക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുക: പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, ബ്രിട്ടീഷുകാര്. ഇതില് കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസം ഉള്ളവര് പോർച്ചുഗീസുകാരാണ്. യൂറോപ്പില് 15ാം നൂറ്റാണ്ടിന് മുൻപ് കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസം തന്നെയാണ് ഉണ്ടായിരുന്നത്. 15ാം നൂറ്റാണ്ടിലുണ്ടായ നവോത്ഥാനം യൂറോപ്യൻ ജനത വിദ്യാഭ്യാസ സമ്പന്നരാಗಿ മാറുന്നതിനും വിദ്യാസമ്പന്നരായ യൂറോപ്യർ തങ്ങളെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരെ എതിർക്കുവാനും തീരുമാനിച്ചു. ആ എതിർപ്പാണ് 16ാം നൂറ്റാണ്ടിലുണ്ടായ മതനവീകരണത്തിന് തുടക്കം കുറിക്കുക. മതനവീകരണത്തിന്റെ ഫലമായിട്ട് അവിടെ ഈ കത്തോലിക്ക ക്രിസ്തുമതത്തെ എതിർക്കുന്നതിന് വേണ്ടി, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പുതിയൊരു മതവിശ്വാസം രൂപപ്പെട്ടു. അതാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗം. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിശ്വാസത്തിന് അഥവാ മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് മാർട്ടിൻ ലൂതർ ജർമ്മനിയിലായിരുന്നു. ആ ജർമ്മനിയിൽ തുടക്കം കുറിക്കപ്പെട്ട മതനവീകരണ പ്രസ്ഥാനം മറ്റ് പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഫ്രാൻസില് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് ജോൺ കാൽവിൻ ആയിരുന്നു. ഇംഗ്ലണ്ടിലെ മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി 8-മനായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം എന്തായിരുന്നു?
പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിശ്വാസവും പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ ഏത് മതവിശ്വാസവുമായിരുന്നു? കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസവുമായിരുന്നു. റോമിലെ പോപ്പിനെ അംഗീകരിക്കുന്നവരാണ് കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസികൾ എന്ന് പറയുക. റോമിലെ പോപ്പിനെ അംഗീകരിക്കുന്നവര് ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥന ഏത് ഭാഷയിലായിരുന്നു? ലത്തീൻ ഭാഷയിലായിരുന്നു. അതുകൊണ്ട് ഈ രാജ്യങ്ങളെ നമ്മൾ ലത്തീൻ രാജ്യങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ യൂറോപ്പില് 15-ാം നൂറ്റാണ്ടിന് മുൻപ് എല്ലാവരും റോമൻ കത്തോലിക്ക വിശ്വാസമുള്ള അഥവാ ലത്തീൻ രാജ്യങ്ങളായിരുന്നു. 16-ാം നൂറ്റാണ്ടിലുണ്ടായ മതനവീകരണത്തിന്റെ ഫലമായിട്ട് സ്പെയിൻ, പോർച്ചുഗൽ എന്നിവ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളും പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളായിട്ട് മാറി. സ്പെയിനും പോർച്ചുഗലും കത്തോലിക്ക രാജ്യങ്ങൾ അഥവാ ലത്തീൻ രാജ്യങ്ങളായി നിലകൊണ്ടു. ലത്തീൻ രാജ്യങ്ങളായ സ്പെയിനും പോർച്ചുഗലുമാണ് തെക്കേ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയുടെ തെക്കൻ ഭൂപ്രദേശത്തും കോളനികൾ സ്ഥാപിച്ചത്. കോളനികൾ സ്ഥാപിച്ച് അവരുടെ മതവിശ്വാസമായ ലത്തീൻ കത്തോലിക്ക മതവിശ്വാസം പ്രചരിപ്പിച്ചു. അങ്ങനെ തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയുടെ തെക്കൻ ഭാഗത്തെ രാജ്യങ്ങളിലും കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലൊക്കെ ലത്തീൻ കത്തോലിക്ക മതവിശ്വാസം പ്രചരിക്കപ്പെട്ടു. അങ്ങനെ പ്രാദേശിക ജനങ്ങള് ലത്തീൻ കത്തോലിക്ക മതവിശ്വാസം സ്വീകരിച്ചത് കൊണ്ട് അതിനെ പൊതുവായി നമ്മൾ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിച്ചു. അല്ലേ? സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും കോളനിയായിരുന്ന ലത്തീൻ കത്തോലിക്ക മതവിശ്വാസം പ്രചരിക്കപ്പെട്ട തെക്കേ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയുടെ തെക്കേ അമേരിക്കൻ ഭൂപ്രദേശത്തെയും ചേർത്താണ് നമ്മൾ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുക. ആ ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമുക്കറിയാവുന്നതാണ്. സ്പെയിനിനും പോർച്ചുഗലിനെതിരെ അല്ലേ? അപ്പൊ കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസികൾ യൂറോപ്യൻ ശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. എന്തുകൊണ്ട് ഞാൻ ഇവിടെ അത് പറയുന്നു എന്ന് ചോദിച്ചാല് അത് കഴിഞ്ഞ് വരുന്ന ഡച്ചുകാരായിക്കോട്ടെ, ഫ്രഞ്ചുകാരായിക്കോട്ടെ, ബ്രിട്ടീഷുകാരായിക്കോട്ടെ, ഇവരെക്കാരാ പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്ക മതവിശ്വാസികളായിരുന്നു. അത് PSC ചോദിച്ചിട്ടുമുണ്ട്. കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിശ്വാസം, കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികൾ ആരായിരുന്നു? ഡച്ചുകാരായിരുന്നു. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ നമുക്ക് പരിശോധിക്കാം. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസൂര തുടങ്ങിയവ. എന്തൊക്കെ? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസൂര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഇത് തന്നെ. കച്ചവട ആധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുത്തി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കേരളത്തില് പോർച്ചുഗീസുകാരുടെ ഭരണം അവസാനിപ്പിച്ചത് ഏത് വർഷമാണ്? 1663 നമ്മൾ പഠിച്ചു. ശരിയല്ലേ? ഇനി ഇത് ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഏതൊക്കെ? ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളാണ് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസൂര എന്നിവ. എന്നാൽ കേരളം, ഇന്നത്തെ കേരളത്തിലെ പ്രധാന ശക്തി കേന്ദ്രങ്ങൾ നമുക്കൊന്ന് ഞാൻ പറഞ്ഞു നോക്കാം. അത് PSCയുടെ ചോദ്യമാണ്. ഡച്ചുകാര് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത് ഏത് വർഷം? 1663. ഓക്കെ, പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നത് 1663-ലാണ്. കേരളത്തിലെ പ്രധാന ഡച്ചു കേന്ദ്രങ്ങൾ കൊച്ചി കിടക്കുന്നത് 1663-ലാണ്. കൊല്ലം കിടക്കുന്നത് 1658-ലാണ്. പിന്നെ മറ്റൊരു ശക്തി കേന്ദ്രമാണ് കുളച്ചൽ. ഈ കുളച്ചൽ അഥവാ മറ്റൊരു പേര് നമ്മൾ പറയും തൃപ്പാപ്പൂർ അഥവാ പത്മനാഭപുരം. കുളച്ചൽ അഥവാ പത്മനാഭപുരം, അത് രണ്ടും ചേർത്താണ് പറയുന്നത് കേട്ടോ. പത്മനാഭപുരം അഥവാ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് നമ്മൾ പറയും. കുളച്ചൽ ഇത് നമുക്കറിയാമല്ലോ, അത് നമ്മൾ തൊട്ടടുത്ത് പറയും. അപ്പോൾ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ കച്ചവട കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം, കുളച്ചൽ. കൊച്ചിയില് ഡച്ചുകാർ ആധിപത്യം സ്ഥാപിച്ചത് 1663 പോർച്ചുഗീസുകാരെ തുരത്തിക്കൊണ്ട്. കൊല്ലത്ത് ആധിപത്യം സ്ഥാപിക്കുന്നത് 1658. ഓക്കെ, ഈ കൊല്ലത്ത് ഡച്ചുകാർ ആധിപത്യം സ്ഥാപിച്ചത് PSC പ്രത്യേകിച്ച് ചോദിക്കാറുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഒരു വ്യക്തിയുടെ പേര് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോകാം. കേരളത്തിലെ ഡച്ചുകാർ വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ 1595-ലാണ്. 1595 ഒരു കൂട്ടം നാവികര് എത്തിച്ചേരുകയാണ്. അവർ പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്ക മതവിശ്വാസികളാണ്. കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ ഡച്ച് നാവികൻ അല്ലെങ്കിൽ ഡച്ച് അഡ്മിറൽ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സ്റ്റീഫൻ വാൻഡർ
ഹേഗൻ. സ്റ്റീഫൻ വാൻഡർ ഹേഗനാണ് കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ ഡച്ച് നാവികൻ. അദ്ദേഹം വരുന്നത് 1600 അറിയാമോ? 1604 1604 ഓർമ്മിച്ചേക്കണേടാ. അപ്പൊ ഡച്ച് അഡ്മിറലായ സ്റ്റീഫൻ വാൻഡർ ഹേഗൻ എന്നാ വരിക 1604. എന്നാൽ കൊല്ലം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ആര് എന്ന് PSC ചോദിക്കാറുണ്ട്. പോർച്ചുഗീസുകാരുടെ ഭൂപ്രദേശമായിരുന്ന കൊല്ലം ഡച്ചുകാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ആരുടെ നേതൃത്വത്തിലാണ്? ഏത് ഡച്ച് നാവികന്റെ നേതൃത്വത്തിലാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. വാൻഗോയുൻസ്. ആരാണ്? വാൻഗോയുൻസ്. സ്ഥാനപ്പേരാണ് അഡ്മിറൽ എന്ന് പറയുന്നത്. ഓക്കെ, വാൻഗോയുൻസിന്റെ നേതൃത്വത്തിലാണ് കൊല്ലം ആക്രമിച്ച് കീഴ്പ്പെടുത്തുക. അപ്പോൾ ഡച്ചുകാർ കൊല്ലം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ഏത് ഡച്ച് അഡ്മിറലിന്റെ, ഡച്ച് നാവികന്റെ നേതൃത്വത്തിൽ? ആരുടെ? വാൻഗോയുൻസ്. ഏത് വർഷം? 1658. കേരളത്തിൽ എത്തിച്ചേർന്ന ഡച്ചുകാർ ഏത് വർഷം എത്തിച്ചേർന്ന? 1595. കേരളത്തില് എത്തിച്ചേർന്ന ആദ്യത്തെ ഡച്ച് നാവികൻ ആരാ? സ്റ്റീവൻ വാൻഡർ ഹേഗൻ. ഏത് വർഷം? 1604. ക്ലിയർ അല്ലേ? കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധമാണ് ഡച്ചുകാരുടെ പതനത്തിന് കാരണമായത്. 1741 കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം 10-ാം തീയതി, ഓഗസ്റ്റ് മാസം 10-ാം തീയതി കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ഡച്ചുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. അഥവാ ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യത്തെ പ്രാദേശിക ഭരണാധികാരിയാണ് ആര്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുക. ക്ലിയർ? കൃത്യമായിട്ട് പറഞ്ഞാൽ 1741 ഓഗസ്റ്റ് 10 PSC ഡേറ്റ് സഹിതം ചോദിച്ചിട്ടുണ്ടെന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. അപ്പോ ബാറ്റിൽ ഓഫ് കുളച്ചൽ 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധമായിരുന്നു ഈ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കും കേട്ടോ. കുളച്ചൽ യുദ്ധത്തിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ, കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? നിങ്ങൾക്കറിയാം, പെട്ടെന്ന് പറഞ്ഞേ. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ. അദ്ദേഹത്തിനെ കുറിച്ച് പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കാറുണ്ട്. അദ്ദേഹമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? തിരുവിതാംകൂറിന്റെ സൈന്യത്തിന്റെ പരിശീലകനും അതോടൊപ്പം മേധാവിയുമായി നിയമിക്കപ്പെട്ടത്. ആരാണ്? ഡിലനോയ്. അപ്പൊ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയ് ആയിരുന്നു. ഇദ്ദേഹം പിന്നീട് എന്തായിട്ട് മാറി? തിരുവിതാംകൂർ സൈന്യത്തിന്റെ, മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനെ നിയമിച്ചു. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയാണ്. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉദയഗിരി കോട്ട. ഇന്നത്തെ കന്യാകുമാരി തമിഴ്നാടാണ്. പക്ഷെ ആ കോട്ട കേരളത്തിന്റെ കീഴിലാണ്. മറക്കില്ലല്ലോ. യെസ്, അതുകൂടെ മനസ്സിലുണ്ടാവട്ടെ. അപ്പൊ കുളച്ചൽ യുദ്ധത്തോടുകൂടി ഡച്ചുകാരുടെ പതനം ആരംഭിച്ചു. എന്നാൽ ഡച്ചുകാരുടെ കച്ചവടം പൂർണ്ണമായി കേരളത്തിൽ അവസാനിക്കുന്നത്, ഡച്ച് ഭരണം അവസാനിച്ചത് 1753 ഓഗസ്റ്റ് 15 ഒപ്പുവെച്ച മാവേലിക്കര ഉടമ്പടിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പൂർണ്ണമായും അവസാനിക്കുന്നത്. അപ്പൊ ഡച്ചുകാരുടെ പതനത്തിന് കാരണമെന്ന് കുളച്ചൽ യുദ്ധമാണെങ്കിലും ഡച്ചുകാരുടെ ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായത് 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടിയാണ്. ഡച്ചുകാർ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഹോർത്തൂസ് മലബാർക്കസ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാർക്കസ്. ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറഞ്ഞാല് കേരളത്തിലെ സസ്യജാലങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണാത്മക ഗ്രന്ഥമാണ്. അതുകൊണ്ട് കേരളത്തിലെ പൂന്തോട്ടം എന്നാണ് അറിയപ്പെടുക.
അപ്പൊ നിങ്ങൾ പറയും, അല്ലല്ലോ മലബാറിലെ പൂന്തോട്ടം അല്ലേ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. പ്രിയ വിദ്യാർത്ഥികളെ, കേരളത്തെ വിദേശികൾ വിളിച്ചിരുന്ന പേരാണ് മലബാർ. മലബാർ എന്ന് കേരളത്തെ ആദ്യമായി വിളിച്ചത് അൽബറൂണിയാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ആക്രമിച്ച അറേബ്യൻ ഭരണാധികാരി അല്ലെങ്കിൽ പേർഷ്യൻ ഭരണാധികാരി ആരാണ്? ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ ആക്രമിച്ച പേർഷ്യൻ ഭരണാധികാരി മുഹമ്മദ് ഗസ്നി. ആ മുഹമ്മദ് ഗസ്നിയുടെ സദസ്യനായിരുന്നു അൽബറൂണി. അൽബറൂണി കേരളത്തിലേക്ക് വരുന്നത് 1018-ലാണ്. അദ്ദേഹമാണ് കേരളത്തെ ആദ്യമായി മലബാർ എന്ന് വിളിക്കുക. ആ കേരളത്തിലെ 742 സസ്യജാലങ്ങളെ കുറിച്ചുള്ള പരാമർശമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നത് കൊണ്ട് ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പേരിട്ടു. മലയാളവൽക്കരിച്ചാൽ ഒന്നെങ്കിൽ മലബാറിലെ പൂന്തോട്ടം അല്ലെങ്കിൽ കേരളത്തിലെ പൂന്തോട്ടം എന്ന് നമ്മൾ പറയും. കേട്ടോ? യെസ്. അപ്പൊ ഹോർത്തൂസ് മലബാർക്കസ് രചിച്ചതാരാണ്? ഡച്ചുകാരാണ്. എവിടെ വെച്ചായിരിക്കും രചിക്കുക? ഡച്ചുകാരുടെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വെച്ച്. 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അതായത് ഇട്ടി അച്യുതൻ ഈ കേരളത്തിലെ സസ്യലതാദികളെ കുറിച്ച്, ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഒരു താളിയോല ഗ്രന്ഥം എഴുതി വെച്ചിരുന്നു. ആ താളിയോല ഗ്രന്ഥമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? കേരളാരാമം എന്നറിയപ്പെടുക. ആ താളിയോല ഗ്രന്ഥത്തിലെ വിവരങ്ങളാണ് നമ്മുടെ വാൻഡ്രീഡ് ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. ഈ പുസ്തകത്തിൽ സംസ്കൃത പദങ്ങൾ ചേർത്തിരുന്നു. അതിനുവേണ്ടി സഹായം നൽകിയത് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവർ രചനയിൽ പങ്കാളിയാവുകയും ചെയ്തു. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യ പുസ്തകമാണ്, അഥവാ മലയാള ലിപി അഥവാ മലയാള ഭാഷ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറയുക. ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി പിന്നീട് വിവർത്തനം ചെയ്തത് ആരാണ്? KS മണിലാലൻ. അപ്പൊ ഹോർത്തൂസ് മലബാർക്കസിന്റെ ഇംഗ്ലീഷ് മലയാള പരിഭാഷകൾ രചിച്ചത് ആരാണ്? KS മണിലാലാണ്. ഹോർത്തൂസ് മലബാർക്കസ് അച്ചടിച്ചത് 1678 മുതൽ 1703 വരെ 25 വർഷങ്ങൾ കൊണ്ട് 12 ലക്കങ്ങളായിട്ടാണ് അച്ചടിക്കുക. 12 ലക്കങ്ങളായിട്ടാണ് അച്ചടിക്കുക എന്നും മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ. അപ്പോ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാർക്കസ്. 742 വൃക്ഷലതാദികളെ കുറിച്ച് പരാമർശിക്കുന്നു. അതിൽ ആദ്യം പരാമർശിച്ചിരിക്കുന്നത് എന്താണ് പറഞ്ഞേ? ആദ്യം പരാമർശിച്ചിരിക്കുന്നത് തെങ്ങും അവസാനത്തത് ആൽമരവും. ആദ്യം തെങ്ങ്, അവസാനം ആൽമരം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആകെ 742 വൃക്ഷലതാദികൾ കേട്ടോ. ഇട്ടി അച്യുതൻ ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ എഴുതിയിരുന്ന താളിയോല ഗ്രന്ഥം, ഇട്ടി അച്യുതന്റെ ഔഷധ സസ്യങ്ങളുടെ ഗ്രന്ഥമായ താളിയോല ഗ്രന്ഥം അറിയപ്പെട്ടത് എന്ത് പേരിലാണ്? കേരളാരാമം. കേരളാരാമം എന്ന ഈ താളിയോല ഗ്രന്ഥത്തിലെ വിവരങ്ങളാണ് അഡ്മിറൽ വാൻഡ്രീഡ് പരിഭാഷപ്പെടുത്തുന്നത്. ഈ ഹോർത്തൂസ് മലബാർക്കസിൽ ആകെ 4 ഭാഷകളുണ്ട്. പ്രധാന ഭാഷ ലാറ്റിനാണ്. മറ്റു ഭാഷകൾ അറബിക്, സംസ്കൃതം, പിന്നെ മലയാളം. അപ്പോൾ പ്രധാനപ്പെട്ട 4 ഭാഷകൾ ലാറ്റിനാണ്. ഓരോ സസ്യങ്ങളുടെയും വിവരണം രേഖപ്പെടുത്തിയത്. ഓരോ സസ്യങ്ങളുടെയും പേര് ഈ 4 ഭാഷയിലുണ്ട്. പക്ഷെ വിവരണം ഏത് മാത്രമായിരുന്നു ലാറ്റിനിൽ. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രധാന ഭാഷ ലാറ്റിനും മറ്റു ഭാഷകൾ അറബിക്, സംസ്കൃതം, മലയാളം എന്നിങ്ങനെ പറയുക. അടുത്ത് പറയുന്നു ഫ്രഞ്ചുകാരെ കുറിച്ച്. കേരളത്തില് 4 യൂറോപ്യൻ ശക്തിയാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുക. പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്. ഇതിൽ ഏറ്റവും അവസാനം വന്നവരാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ചുകാരെ കുറിച്ച് കുറച്ചേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫ്രഞ്ചുകാർ പഠിച്ചിട്ട് ബ്രിട്ടീഷുകാരിലേക്ക് പോകാം. കാരണം ബ്രിട്ടീഷുകാരാണ് ആധിപത്യം സ്ഥാപിക്കുന്ന, ആധിപത്യവുമായി ബന്ധപ്പെട്ട കഥകളുമായിട്ട് മുന്നോട്ട് പോകാം. ഫ്രഞ്ചുകാർ, ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ.
കർണാട്ടിക് യുദ്ധങ്ങൾ 3 കർണാട്ടിക് യുദ്ധങ്ങളുണ്ട്. ഓക്കെ, 3 കർണാട്ടിക് യുദ്ധങ്ങളുണ്ട്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, ഇന്നത്തെ പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. മറ്റു ഭൂപ്രദേശങ്ങളൊക്കെ ആരേറ്റെടുത്തു? ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. ഓക്കെ, അപ്പോ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ആരാ? ഡച്ചുകാരല്ലേ. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ആരാ? മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന് പരോക്ഷമായി സഹായം നൽകിയത് ബ്രിട്ടീഷുകാരെന്നാണ് നമ്മൾ കണക്കാക്കുക. തുടർന്ന് ഡച്ച് അധീന പ്രദേശങ്ങൾ ഡച്ച് അധീന പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തത് 1795. ആ വർഷം ഓർമ്മിച്ചേക്കണേ. അതുപോലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത ഏത് വർഷം? 1763. അതിന് കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടിയാണ്. പാരീസ് ഉടമ്പടി കേട്ടോ, അത് മനസ്സിലുണ്ടാവട്ടെ. അപ്പോ പാരീസ് ഉടമ്പടി പ്രകാരം ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. പിന്നെ മറ്റു ഭൂപ്രദേശങ്ങൾ ഏതൊക്കെ ഉണ്ടായിരുന്നു? പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങൾ മാത്രമായി ചുരുങ്ങി. മറ്റു ഭൂപ്രദേശങ്ങൾ ആരേറ്റെടുത്തു? ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. ഏത് വർഷം? 1763. കർണാട്ടിക് യുദ്ധങ്ങൾ നോക്കിയേ, ഞാൻ പറഞ്ഞു 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ഉള്ളത് പറഞ്ഞു. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. യുദ്ധത്തിനൊടുവിൽ 1763 ഈ ഭൂപ്രദേശങ്ങൾ ആരുടെ കൈവശമായി? ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. അതിന് കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടി. ഓക്കെ, നോക്കിയേ, പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും പ്രധാന അധിനിവേശ കേന്ദ്രങ്ങൾ. ഇവിടെ ചുവപ്പ് നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പോർച്ചുഗീസുകാരുടെ അധീന പ്രദേശങ്ങളാണ്. നോക്കിയേ, പ്രധാനപ്പെട്ടമായും കൊച്ചി, ഗോവ, പിന്നെ കൊച്ചിയുണ്ട്, ഗോവയുണ്ട്, ദാമനുണ്ട്, ദിയുണ്ട്. ശരിയല്ലേ? ദാമനും ദിയും. ഇനി നീല കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡച്ച് അധീന പ്രദേശമാണ്. നോക്കിയേ, ഡച്ചുകാരുടെ അധീന പ്രദേശങ്ങൾ നാഗപട്ടണം, സിൻസുര, അഹമ്മദാബാദ്, ബറൂച്ച്. ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ നോക്കിയേ, കാരക്കൽ, പുതുച്ചേരി, യാനം തുടങ്ങിയവ. പിന്നെ മാഹി എന്ന് പറയുന്നത് ഇന്നത്തെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായ ഒരു ഭൂപ്രദേശമാണ്. അപ്പൊ ഞാനിവിടെ സൂചിപ്പിക്കുന്ന പ്രധാന കാര്യം, PSC ചോദിക്കും, പശ്ചിമ തീരം ആധിപത്യം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയുടെ പശ്ചിമ തീരം ആധിപത്യം സ്ഥാപിച്ച് ഭരണം നടത്തിയിരുന്നത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരം ആധിപത്യം സ്ഥാപിച്ച് ഭരണം നടത്തിയത് പ്രധാനമായും ആദ്യം ഡച്ചുകാരും പിന്നെ ഫ്രഞ്ചുകാരുമാണ്. കൂടുതൽ ഭൂപ്രദേശം തീരത്തുള്ള ആർക്കാണ്? ഫ്രഞ്ചുകാർക്കാണ്. ആ ആധിപത്യം, ഫ്രഞ്ചുകാരുടെ ആധിപത്യം ബ്രിട്ടീഷുകാർ അവസാനിപ്പിച്ചു. പോർച്ചുഗീസുകാരുടെ ആധിപത്യം ഡച്ചുകാർ അവസാനിപ്പിച്ചു. ആ ഡച്ചുകാരുടെ ആധിപത്യം ആരവസാനിപ്പിച്ചു? ബ്രിട്ടീഷുകാർ. അങ്ങനെ ആദ്യകാലത്ത് യൂറോപ്യൻ ശക്തികളെ ഭരിച്ചിരുന്ന എല്ലാ ഭൂപ്രദേശവും പിൽക്കാലത്ത് ആരേറ്റെടുത്തു? ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. അതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡ് ജസ്റ്റ് നമ്മൾ ആ ഒരു സ്ഥലങ്ങൾ പറഞ്ഞു ചോദിക്കുന്നു. പോർച്ചുഗീസുകാരുടെ പ്രധാന കേന്ദ്രങ്ങൾ കൊച്ചി, ഗോവ, ദിയു, ദാമൻ എന്നിവ. ഡച്ച് കേന്ദ്രങ്ങൾ നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറൂച്ച് എന്നിവ. ഫ്രഞ്ച് കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, മാഹി എന്നിവ. അതിൽ കിഴക്കൻ തീരത്ത് ശക്തി പ്രാപിച്ചത് ഫ്രഞ്ച് കേന്ദ്രങ്ങളാണ്. പടിഞ്ഞാറ് തീരത്ത് ശക്തി പ്രാപിച്ചത് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് കേന്ദ്രങ്ങളായിക്കോട്ടെ, ഡച്ച് കേന്ദ്രങ്ങളായിക്കോട്ടെ, ഫ്രഞ്ച് കേന്ദ്രങ്ങളായിക്കോട്ടെ, പിൽക്കാലത്ത് പല ഭൂപ്രദേശങ്ങളും ആരുടെ കീഴിലായി മാറി? ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ആ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം. ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇത്രയും കൃത്യമായി പഠിക്കണം, എങ്കിലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാതിരിക്കത്തുള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.